UDFന്റെ നേതൃത്വത്തിലുള്ള മലയോര സമര പ്രചരണ ജാഥയ്ക്ക് ഇന്ന് കണ്ണൂരിലെ ഇരിക്കൂറിൽ തുടക്കമാകും. വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഫെബ്രുവരി 5-ാം തീയതി തിരുവനന്തപുരത്തെ അമ്പൂരിയിൽ സമാപിക്കും. യാത്ര നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. ഇത് തെരഞ്ഞെടുപ്പ് യാത്രയല്ല, പക്ഷേ തീർച്ചയായും രാഷ്ട്രീയമുണ്ട്. മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചും അതിന് പരിഹാരം കാണാനുള്ള ലക്ഷ്യമിട്ടുമുള്ള യാത്രയാണിതെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കാർഷിക മേഖലയുടെ തകർച്ച, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് എന്നിവയടക്കമുള്ള പ്രശ്നങ്ങളുമായി കർഷകർ വലയുമ്പോഴാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചത്. പക്ഷേ സർക്കാർ നിസ്സംഗരായി നോക്കി നിൽക്കുന്നു. ആക്രമണങ്ങൾ നേരിടാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അവിടെയുള്ളവരെ വിധിക്ക് വിടുകയാണ്. അത് അനുവദിക്കാൻ പറ്റില്ല. അവർക്ക് വേണ്ടി ശബ്ദമുയർത്തും. UDFന്റെ കയ്യിൽ വ്യക്തമായ പ്ലാനുണ്ട്. ഈ യാത്രയിൽ അത് അവതരിപ്പിക്കും. പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തും. UDF അധികാരത്തിലെത്തിയാൽ പരിഹാര മാർഗങ്ങൾ നടപ്പാക്കും. ആ വാക്ക് ജനങ്ങൾക്ക് നൽകും. അൻവറിന്റെ UDF പ്രവേശം വ്യക്തിപരമായി തീരുമാനിക്കേണ്ട കാര്യമല്ല. UDF ആണ് തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രസിലും UDFലും അക്കാര്യം ഇതുവരെ ചർച്ചയ്ക്കെടുത്തിട്ടില്ല. യാത്രയ്ക്ക് പിന്തുണയുമായി ആര് വന്നാലും മാറ്റി നിർത്തില്ല. UDFന്റെ അടിത്തറ വിപുലീകരിക്കണമെന്നത് നേരത്തെ തീരുമാനിച്ചതാണ്. അത് ഏത് രീതിയിൽ വേണമെന്ന കാര്യത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തമായ തീരുമാനമുണ്ടാകും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ഇതുവരെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഒരു കാലത്തും ഇല്ലാത്ത ഐക്യം ഇപ്പോൾ UDFിലുണ്ട്. കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ പോലും ഘടകകക്ഷികൾ തമ്മിൽ തർക്കമില്ല. KPCC പ്രസിഡന്റാണ് ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷൻ. യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടത്തിലും അദ്ദേഹവുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. യാത്ര വിജയിപ്പിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. ഒരു ദിവസം 3-4 പ്രാവശ്യം ആശയവിനിമയം നടത്തുന്നവരാണ് ഞങ്ങൾ. KPCC പ്രസിഡന്റുമായി തർക്കമാണെന്ന വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല. ഇത്തരം വാർത്തകൾ കണ്ട് ചിരിക്കാറുണ്ട്. KPCC പ്രസിഡന്റുമായി പിണങ്ങാറില്ല, തർക്കിക്കാറുമില്ല. അദ്ദേഹത്തെ മാറ്റണമെന്ന് ഇന്നുവരെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. വനനിയമ ഭേദഗതി പിൻവലിക്കണമെന്നതായിരുന്നു യാത്രയുടെ ഒന്നാമത്തെ ആവശ്യം. ഭേദഗതി പിൻവലിച്ചെങ്കിലും അപകടം ബാക്കിയാണെന്ന തോന്നലുണ്ട്. നിയമവ്യവസ്ഥകളെ ന്യായീകരിക്കുന്ന രീതിയിലാണ് വനമന്ത്രി നിയമസഭയിൽ സംസാരിച്ചത്. നിയമ ഭേദഗതി നടപ്പാക്കേണ്ടതാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോണ്ടാണോ നിയമം മാറ്റിവെച്ചതെന്ന സംശയവുമുണ്ട്. തീരദേശത്തെ പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെ ഏറ്റെടുക്കും. അതുമായി ബന്ധപ്പെട്ടും വരുന്ന ആളുകളിൽ യാത്ര സംഘടിപ്പിക്കുമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വി ഡി സതീശൻ പറഞ്ഞു.